ഇന്ന് എന്തായാലും ഒരു കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പഞ്ഞുമുട്ടായി ഉണ്ടാക്കല്. നമ്മൾ ചെറിയ പഞ്ഞുമുട്ടായില്ലേ കോലിലൊക്കെ ചുറ്റി ഇങ്ങനെ ഉണ്ടാക്കുന്നതേ, കവറിലൊക്കെ കിട്ടുന്നില്ലേ, 5 രൂപ 10 രൂപയ്ക്ക്. പണ്ടൊക്കെ 1 രൂപ 2 രൂപയായിരുന്നു. ഇപ്പോൾ അത് 10 രൂപയാണ് ഒരു കവറിൽ ഇങ്ങനെ വരുമല്ലോ, കോലിങ്ങനെ പിന്നെ മണിയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു സംഭവം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ. അതിനാണ് കുറച്ച് മുളയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇതതിൻ്റെ മെഷീനാണ്. ഇത് മെഷീൻ നമ്മൾ ഡൽഹിയിൽ നിന്ന് വരുത്തിയതാണ് സാധനം. ഇതിവിടെ നമ്മുടെ നാട്ടിലിവിടെ കിട്ടുമെന്ന് അറിയില്ല, ഞങ്ങൾ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുത്തി കുറച്ച് ദിവസം ഇത് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഈ മെഷീൻ, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന സംഭവം, ഇതൊക്കെ നമുക്ക് നോക്കാം അല്ലേ. വലിയൊരു ബോക്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. ഒരു തെർമോക്കോളോ കൊടുത്ത് പാക്ക് ചെയ്തിട്ട് വലിയൊരു ബട്ടയും നമുക്ക് ഇതിനൂടെ തന്നിട്ടുണ്ട്. ഇതാണ്ടാ, ഇത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു സാധനമാണ്. ഇത് വലിയൊരു മെഷീൻ കഴിക്കുന്നത് നമ്മളിത് കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും. പെട്ടി മറ്റും ഇതാണ് സംഭവം കേട്ടാ. നമ്മളിത് വാങ്ങി കഴിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി നമുക്ക് അതുണ്ടായി കാണിക്കാതുകൊണ്ടാണ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഇത് വലിയൊരു മണ്ടയും ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെഷീൻ്റെ ഫ്രണ്ടേജ് എന്താ, ഇതാണ് മെഷീൻ. ഇത് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിവിടെ കളറൊക്കെ ഇട്ട് വെക്കാൻ, പൊടിയിട്ട് വെക്കാനൊക്കെ ഒരു സാധനം. ഇതാ സ്പൂണ്, ഇതിനകത്ത് ഇത് വാരി തട്ടാനുള്ള സംഭവമാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം അല്ലേ, വേറൊന്നുമില്ല. ഒരു പീസ് ഇത് കണ്ട സാധനം. ഇത് സ്വിച്ച് എന്തോ ആണ്, കണക്ഷൻ കൊണ്ട് സ്വിച്ച് എന്തോ ആണ്. അപ്പോൾ ഇത്രയുള്ള മെഷീൻ. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിയിലൊരു മോട്ടറുണ്ട്. ആ മോട്ടർ ഈ സാധനത്തിന് ചൂടാക്കി ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ഇട്ട്, സാധാരണ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ സാധാരണ പഞ്ചസാരയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കളറായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളതിൻ്റെ പഞ്ചസാരയുമായിട്ടുണ്ട്. ഇതുണ്ട കളർ പഞ്ചസാര, ഈ കളർ ചേർത്ത് പഞ്ചസാര ആയിരിക്കും, കളറാണ് തോന്നുന്നു. അപ്പോൾ ഈ പഞ്ചസാരയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. ഒരു 1 കിലോൻ്റെ സാധനമാണ്. 200 ചില്ലാൻ രൂപ ഇതിന് വിലയുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇതിന് പല കളർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. മഞ്ഞ, പച്ച, അപ്പുറത്ത് വേറെ കളറുണ്ട്, ചുവപ്പ്, റോസൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട്, ഈ മെഷീനൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങാം. എടുക്കുക സാധനം എടുക്കും, കുപ്പിലിട്ട് കണക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ, വലിയ ലോഡൊന്നും ഇതിന് വരില്ല അല്ലേ. നമുക്ക് ബോക്സൊക്കെ മൂടി നമ്മൾ ആദ്യം നമ്മുടെ നോർമൽ ക്യാൻഡി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, കോട്ടൺ ക്യാൻഡി എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലെയാണ് നമ്മുടെ പരിശ്രമം. എന്നിട്ട് നമ്മൾ ഏറ്റവും വലുതൊരു സംഭവം നമ്മൾ ട്രൈ ചെയ്യും, എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല. അപ്പോൾ കുറച്ച് മുള കൊണ്ടുവന്ന് മുളയെ ചുറ്റി വലിയൊരു കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോർമൽ സാധാരണ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കി നോക്കാം, കളറായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നമുക്ക് വലുത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മെഷീൻ നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മെഷീനിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ഓൺ ചെയ്യുക. ഇത് ടെമ്പറേച്ചറാണ് നമ്മുടെ ഇതിന് മുകളിലെ ഈ സാധനമുണ്ട്, ഈ കറങ്ങുന്ന സാധനം. ഇത് ചൂടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ കൂട്ടുമ്പോൾ തന്നെ ഇവിടെ കൂട്ടും കുറയ്ക്കും ചെയ്യുമ്പോൾ ഇവിടെ ഇവിടുത്തെ മീറ്ററിൽ വ്യത്യാസങ്ങൾ വരും. അല്ല, നമ്മൾ കൂട്ടും കുറയ്ക്കും ചെയ്യുമ്പോൾ മീറ്ററിൽ അങ്ങനെ വ്യത്യാസം വരും. ഇത് നമുക്കൊരു ലെവലിൽ നമുക്ക് വെക്കാം. ഒരു 150 വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്യാൻഡി ഇട്ട് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞ കളർ നമുക്ക് ഇടാം. ഇതിനാണ് സ്പൂൺ തന്നിരിക്കുന്നത്. ഇത് പതുക്കെ പൊട്ടിച്ചിട്ട്, ഇതൊന്നുമില്ല, റെഡിമെയ്ഡാണ്. ഇതൊക്കെ കളറൊക്കെ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ്. എന്നിട്ട് നമുക്ക് സ്പൂണിൽ നമുക്ക് 1 സ്പൂൺ ഇട്ടാൽ മതി. ഇത് 1/2 കിലോയാണ് സാധനം. അത് 1 സ്പൂൺ കറക്റ്റായിട്ട് ഈ കോട്ടൺ കൂടി ഇടുക. ചൂടായി കഴിയുമ്പോൾ താനെ വന്നോളൂ സംഭവം. അങ്ങനെ നമ്മുടെ ക്യാൻഡി വരാൻ തുടങ്ങിയിട്ടുണ്ടോ. ഇതിങ്ങനെ ചൂടായി കഴിഞ്ഞാൽ അങ്ങനെ നൈസായിട്ട് നൂല് പോലെ സാധനം വരും. ഇത് 1 സ്പൂണൊക്കെ ഇട്ട കുറേ ഉണ്ടാക്കേണ്ട സംഭവം. നമുക്ക് 10 രൂപ കിട്ടുന്ന സാധനമാണിത്. ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഗതി, കോട്ടൺ ക്യാൻഡി. ഇത് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അവരവരുടെ കഴിവ് പോലെ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പുതിയ ടെക്നോളജി മെഷീനാണ്. പഴയ മെഷീൻ എങ്ങനെ അറിയാം, ഈ സൈഡായിരിക്കും നമുക്ക് ക്യാൻഡി വരിക. ഇതാണ്, അത് കറക്റ്റായി നമ്മുടെ ഇതിലേക്ക് തന്നെ വന്ന് പിടിക്കുന്നുണ്ട്. ഇത് കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഒപ്പമായി കൊടുത്ത് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഡിസൈൻ നമുക്ക് അറിയുന്ന പോലെ ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചിട്ടാൽ മതി പഞ്ചസാര അതിനകത്ത്.
ഓ ഭയങ്കര സ്പീഡിലാണ് വരുന്നത് കേട്ടത്. നീ കണ്ട രതീഷത്? ഇത് സിമ്പിൾ പരിപാടിയാണ് അത്, പിള്ളേരെ പറ്റിക്കാനേ അല്ലേ. ഈ പേപ്പറാണ്, പേപ്പറിൽ ഇങ്ങനെ ചുറ്റലാണ് ഏറ്റവും സിമ്പിള്. ചൊത്തുപ്പാ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, ടേസ്റ്റ് നോക്കാം കേട്ടാ. എന്നാ കഴിച്ചു നോക്കട്ടാ, ഇത് എങ്ങനെയുണ്ട് പറയാം കേട്ടാ. വന്നുകൊണ്ടേ ഇരിക്കുന്ന സാധനം തന്നെ. ഒരു സ്പൂണേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടാ, ഒരു സ്പൂണിലാണിത് ഇത്രയും കിട്ടിയത്. കഴിഞ്ഞു ആ ഇത് കഴിഞ്ഞു, നമ്മളൊരു സ്പൂൺ ഇട്ടത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്പൂണും കൂടി ഇടാം. ഇതാ ഭയങ്കര സ്പീഡാണ്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പരിപാടി നടക്കും. ഇതല്ല എന്ത് സ്പീഡാണ് വരുന്നത് നോക്കിയാൽ. നോക്കണ രേഷ, നല്ല സ്പീഡായി. ഇത് പഴയ മെഷീൻ ഉണ്ടല്ലോ, പഴയ മെഷീൻ വന്നിട്ട് ഇങ്ങനെ ഒരു ഇതിനേക്കാളും വലിയൊരു ഈ റൗണ്ട് ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് ഈ സൈഡിലാണ് ഇത് വരിക. ഇത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പേപ്പർ ഇത് പിടിച്ചു കൊടുത്താൽ മതി. അത്രയേ ഉള്ളതാ. നല്ല രസമല്ലേ ജമാട കൂട്ടെ. അത് പിള്ളേർക്ക് കൊടുക്കുന്നത്. പിള്ളേരിന്ന് കോട്ടൺ ക്യാൻഡി ഇടുന്ന് മരിക്കും. നമ്മൾ കുറേ കുട്ടികളൊന്ന് എക്സാമുകാർ പോയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത കളർ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത കളർ ഇത് നമ്മൾ പച്ച കളറാണ് ഉപയോഗിക്കാൻ വേണ്ടി പോണത്. ഇത് ക്യാമറയിൽ കാണുമ്പോൾ എന്ത് കളറാണ്, മഞ്ഞ കളറൊക്കെ വെള്ള കളറായിട്ടും കാണുക. അത്ര മഞ്ഞയല്ലല്ലോ. അപ്പോൾ ഇത് പച്ച, ഒരു ലൈറ്റ് പച്ചയായിരിക്കും കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്. ഇത് സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻഡി ഉണ്ടാക്കണമെന്നുണ്ടല്ലോ, പഞ്ചസാരയിൽ കളർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ക്യാൻഡി ഉണ്ടാക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് പഞ്ചസാരയാണ്. ഇത് കളറൊക്കെ ചേർത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ചേർത്ത് വരികയാണ്. മറ്റേ നമ്മൾ ക്യാൻഡി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫ്ലേവറും അതുപോലെ തന്നെ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് 1 കിലോ പഞ്ചസാരക്കൊക്കെ ഒരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പച്ച കളർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ സംഭവിക്കണം നോക്കാം. വന്നു എന്താ ഇത് വന്നാൽ പിന്നെ കറക്റ്റായി വന്നുകൊണ്ടിരിക്കും. ഒരു ലെയറിൽ ഇങ്ങനെ വരികയാണ്. ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ടേ കറക്റ്റ് ഡിസൈൻ നമുക്ക് കിട്ടാൻ പാടായിരിക്കും. രതീഷ് ടേസ്റ്റ് നോക്കാനാണ് ഇതല്ല വന്നുകൊണ്ടേ ഇരിക്കുന്ന സാധനം. എടുത്തോ ഇതണ്ട സാധനം ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല ഒരു സ്പൂണ് എങ്ങനെയുണ്ട് സംഭവം? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. എന്ത് ഫ്ലേവറാണ്? മിൻറ്റാ? മിൻറ്റാണോ? ആ മിൻറ്റ് ഫ്ലേവർ. ഇവർക്ക് സംഭവം കേട്ടാ, രതീഷ് ഭയങ്കര സംഭവമാണ്. കഴിഞ്ഞു. അങ്ങനെ പച്ച കഴിഞ്ഞു നമുക്ക് നമ്മുടെ. എന്നാ ചൊത്തൂരാണെന്ന് കോളടിച്ചിരിക്കും. പച്ച ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് നോക്ക്. പൊളിയാണ്, പക്ഷെ കടിച്ച് കിട്ടില്ലല്ലേ സംഭവം. അതെ 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 അതെ. ഇനി നമുക്ക് നമ്മുടെ വലിയ സാധനം അല്ലേ, അടുത്ത പരീക്ഷണം. ഇനി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? റോസ് കളറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ വലിയ സംഭവം ഉണ്ടാക്കാം. ഇത് സാധനം വന്നുകൊണ്ടേ ഇരിക്കണം. നോക്കുക കഴിഞ്ഞിട്ടില്ല നീ. അപ്പോൾ നമ്മൾ വലിയ പഞ്ഞുമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് വലിയൊരു മുളയൊക്കെ എടുത്തിട്ട് വന്നിട്ട് രതീഷ് ഉള്ള മുളയിൽ ഏറ്റവും വലിയ ചെറുത്താണ്. അപ്പോൾ നമ്മൾ റോസ് കളറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്, റോസ്. അപ്പോൾ മെഷീനൊക്കെ ചൂടായി നിൽക്കേണ്ടത് നമുക്ക് ഇട്ട് കൊടുക്കാം. തുടങ്ങി എടുത്തോ. ആ ഈ അടിപൊളി. ഇത് ഭയങ്കര സ്പീഡിലാണല്ലോ എൻ്റെ ചോദിച്ചാൽ. എന്താ റോസ് കളർ ഇങ്ങോട്ട് ചുറ്റും ഞാൻ ഇപ്പോൾ തരാം. സ്പീഡ് ചുറ്റിന് മുള ചുറ്റിന് സ്പീഡ് പോരാ. അതന്നെ കുറേ ചുറ്റ് കൊടുക്കട്ടെ, കുറേ ചുറ്റും പടപടപടേ വരുന്നുണ്ട്. ഇത് പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് കാറ്റ് തട്ടുമ്പോണ്ടല്ലോ ഇതിങ്ങനെ മെൽറ്റായി പോകുന്നുണ്ടല്ലേ. നമ്മൾ ഉദ്ദേശിച്ച ഇതിൽ വരില്ല. എങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ചുറ്റിലാണ് പണി. ഇനി ചുറ്റും ഇവിടെ എത്തണം.
ഇത് ആകെ 4 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത്ര വന്നു. നമുക്കിതൊരു തൊഴിലാക്കി മാറ്റിയാലോ? ബിസിനസ് ആക്കിയാലോ? അതെ അതെ അതെ, പഞ്ഞുമുട്ടായി. നമ്മൾ ഉള്ളതിൽ ഏറ്റവും വലുതായി ഒന്ന് പരിശ്രമിച്ച് നോക്കുകയാണ്. നമുക്ക് ആവണം നമ്മൾ ട്രൈ ചെയ്യും. എത്ര വരുന്നോ അത്രയും നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പോൾ 1/2 കിലോ പഞ്ചസാരയിൽ ആകെ 4-5 സ്പൂൺ ഇട്ടു. നല്ല സുഖമല്ലേ അങ്ങനെ കറക്കൊണ്ടിരിക്കാൻ? നല്ല രസമില്ലടാ, ഇതൊക്കെ ഒരു രസമല്ലേ? അങ്ങനെ നമ്മുടെ കോട്ടൺ ക്യാൻഡി ഇത്ര വലുപ്പമായി. നമ്മൾ 1/2 കിലോ പഞ്ചസാര ഇതിനകത്ത് ഇട്ടു. ഇതിൽ കുറേ ഒരു 1/4 കിലോ മേലെ പഞ്ചസാര ഈ വട്ടയിൽ തന്നെ ഉണ്ട് അല്ലേ? ഇതിന് ചുറ്റും തന്നെ ഉണ്ട്. മതി അല്ലേ? മതി. അപ്പോൾ 1/2 കിലോ പഞ്ചസാര കൊണ്ട് നമ്മൾ ഇത്ര വലിയൊരു സാധനം ഉണ്ടാക്കി. ഇനി നമുക്കൊരു 1/2 കിലോ പഞ്ചസാര കൂടി ഉണ്ട് ഈ കളറിലുള്ളത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കില്ല. മതി. നമുക്ക് ഏറ്റവും വലുത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ലേ? അപ്പോൾ ഇതെന്താ പ്രശ്നം അറിയാം? കാറ്റ് മാത്രമാണ് ഇതിന് വിഷയം. ഇതുണ്ടാ പഞ്ചസാര ഉണ്ടാ, അത്രയും പഞ്ചസാര ഈ വിഷയം ഒന്ന് തട്ടി തെറിച്ച് പോയിക്കണം. ഒരു 1/4 കിലോ പഞ്ചസാര നമ്മൾ ഇതുണ്ടാ ഇത്ര ബാക്കിയുണ്ട്. 1/2 കിലോ പഞ്ചസാരയിൽ ഇത്ര ബാക്കിയുണ്ട്. ഇത് നമുക്ക് ഇനി എടുത്തിട്ടാ അതിനകത്തിട്ടാ ഇനിയും ഇതിൽ ക്യാൻഡി വരും. ഇത് എൻ്റെ കൈ മുഴുവൻ ക്യാൻഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് ഓഫാക്കിയിട്ട് ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം. നീ ഇത്ര കറക്കിയതിനെ ഇത് കൊള്ളല്ലേ സംഭവം? അതെ 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 അതെ, അതെ അതെ, അപ്പൂപ്പൻ തടി പോലെ. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നമ്മുടെ കുറച്ച് കുട്ടികളുണ്ട്. വേണം കുട്ടികളെ വരും. നമ്മുടെ ക്യാൻഡി എങ്ങനെ ഉണ്ട് നോക്കാം. വാ ഞമാണ് നിങ്ങൾക്കുള്ളതാണ് സാധനം. വലിക്ക് നല്ലോണം. അത് പഞ്ഞു പോലെയാണ്, വലിച്ചോ. അടിപൊളി സാധനം, അടിപൊളിയാ. എന്നാ ഇനി വേണ ഇതേ. ഇത് നോക്ക് എത്ര ലെയർ തിക്കായിരിക്കണതാ. ഇതണ്ടാ എത്ര ലെയറിലാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കുറെ കളറും കുറെ പഞ്ചസാരയും തന്നെ അല്ലേ കോട്ടൺ ക്യാൻഡി. പക്ഷെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം കേട്ടാ. എടുത്തോ വേണ്ട അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വഴി വലിച്ചോ. ഇനി നമ്മളിത് കഴിഞ്ഞിട്ടൊരു സംഭവം കൂടെ കാണിച്ചു തരാട്ടെ. ഈ കോട്ടൺ ക്യാൻഡി നമ്മൾ ഇത്രയും പണിയെടുത്ത സംഭവം എത്ര പെട്ടെന്ന് ഉരുകണത് ഇത് കാണിച്ചു തരാട്ടാ. ഇത് വേണ്ട എടുത്തോളേ. അപ്പോൾ ഇത് എടുത്ത് വെച്ച് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ, നമ്മൾ കുറേ കുട്ടികളുണ്ട്, അവർക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ എന്താ പറയുക, അത്ര നേരം ഇരിക്കില്ല. ഇത് മെൽറ്റായി കൊണ്ട് ഇതാണ് മെൽറ്റാൻ തുടങ്ങിയതാണ്. കാറ്റടിക്കുന്ന തോറും ഇത് മെൽറ്റാകും. അതുകൊണ്ടാണ് ഇതിനെ കവറിലിട്ടിട്ട് അവർ കൊണ്ടുവരുന്നത് അല്ലേ? ഇങ്ങനെ അടിച്ചിട്ട് കോലി കെട്ടിട്ട് വരുമല്ലോ കവറിലിട്ടിട്ട്. അതെ, അതിന് കാരണം ഇത് ഉരുകിപ്പോവും. അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ചിട്ട് കുട്ടികൾ കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമുക്കിത് നമ്മുടെ അടുത്ത പരീക്ഷണം, നമുക്കിതിനെ ഒരു സംഭവത്തിൽ മുക്കി നോക്കാം. അപ്പോൾ ഇത് കോട്ടൺ ക്യാൻഡിൻ്റെ പവർ എന്താണെന്നുള്ളത് നമുക്കറിയും. നമ്മളിതിനെ വെള്ളത്തിൽ മുക്കി നോക്കണ്ട കോട്ടൺ ക്യാൻഡി. ഇത് കാരണം എന്താ പറയുക, നമ്മളിത് എടുത്ത് വെച്ച് കുട്ടികൾ കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല. വെള്ളത്തിൽ മുക്കിയ അപ്പം അലിഞ്ഞു പോകും കംപ്ലീറ്റ്. നോക്കിയോ നോക്കട്ടെ. റെഡി 1 2. കോട്ടൺ ക്യാൻഡി വെറും കോൽ ക്യാൻഡി. ഇതാ വെറും കോല് മാത്രമേ ഉള്ളൂ ഇതാ. ഇതാണ് ഈ കോട്ടൺ ക്യാൻഡിൻ്റെ ഒരു പ്രത്യേകത. അത് വെള്ളത്തിൽ മുട്ടിയ അപ്പം അലിഞ്ഞു. അതുകൊണ്ടാണ് ഒരു കവറിലൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ അല്ലേ? നമുക്ക് മുളയെങ്കിലും ബാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം.